അറിവിന്റെ പേരിലാണ്. അള്ളാഹു അവർക്ക് നൽകിയ അറിവ് എത്രമാത്രം വലിയ മഹത്വമുള്ളതാണ്. അറിവ് വലിയ മഹത്വമുള്ള സംഗതിയല്ലേ. നിങ്ങൾ നോക്ക്, നമ്മൾ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നീണ്ട വർഷക്കാലം ഇൽമു നുകർന്ന മഹാനാണ്. ദറസ്തുൽ ഇൽമ ഹത്താ സുർതു ഖുതുബാ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. അറിവ് ഞാനങ്ങ് പഠിച്ചു പഠിച്ച് പഠിച്ച് ഹത്താ സുർതു ഖുതുബൻ, ഞാൻ വലിയ ഖുതുബായി മാറി. അറിവാണ് ഏറ്റവും വലിയ മഹത്വമുള്ള സംഗതി. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അറിവ് നുകർന്നു പഠിച്ചത് 50 കൊല്ലമാണ്. 90 കൊല്ലം ജീവിച്ച മഹാൻ. സ്വന്തം നാട്ടിൽ നിന്ന് 18 വയസ്സ് വരെ അറിവ് പഠിച്ചു. പിന്നെ ബഗ്ദാദിൽ പോയി 33 വർഷവും അറിവ് പഠിച്ചു. സുബ്ഹാനല്ലാഹ്, ആ അറിവിന്റെ കാഠം എത്രമാത്രം വലുതാണ്. അതുകൊണ്ടല്ലേ അവരെ സദസ്സിൽ വന്നിരിക്കുന്ന ആളുകൾ 10,000 ആളുകളുടെ ഓരോരുത്തരുടെയും കറകൾ നോക്കി തിരുത്താൻ കഴിവുള്ള മഹാനല്ലേ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. 100 പണ്ഡിതന്മാര് മുന്നിൽ വന്ന് 100 മസ്അലയുമായി ചോദ്യം ചെയ്ത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നപ്പോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു സാധാ പണ്ഡിതന്മാരല്ല, ബഗ്ദാദിലെ വലിയ പണ്ഡിതന്മാരാണ്, ബുദ്ധിരാക്ഷസന്മാരാണ്. മുന്നിൽ വന്നവര് സദസ്സിലങ്ങ് ഇരുന്നു. ഏറ്റവും ചെറിയ സദസ്സ് 10,000 ആളുകൾ സംബന്ധിക്കുന്ന സദസ്സാണ്. കൂടിപ്പോയാൽ 70,000 ഷെയ്ഖ് ജീലാനി തങ്ങളെ വാളിന്റെ മജ്‌ലിസാണത്. സഹോദരങ്ങളെ, 100 പണ്ഡിതന്മാരൊന്ന് ചോദിച്ച് പരിശോധിക്കാൻ വേണ്ടി വന്നിരുന്നപ്പോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു സ്റ്റേജിൽ വന്നിരുന്ന് കസേരയിലൊന്ന് ഇരുന്നിട്ട് തലതാഴ്ത്തിയപ്പോ മഹാനവറുകളെ നെഞ്ചിന്റെ ഭാഗത്തുനിന്നൊരു മിന്നൽ പ്രകാശം ഈ 100 പേരുടെ ശരീരത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്തിലൂടെ ഇങ്ങനെ ഒരസി അങ്ങ് പോയി. അപ്പോഴേക്ക് അവരെ ഖൽബിന്റെ അകത്തുള്ള മുഴുവൻ ഇൽമും പറിച്ചെടുക്കപ്പെട്ടു പോയി. 100 പണ്ഡിതന്മാരും നിലവിളിക്കുകയാണ്, അട്ടഹസിക്കുകയാണ്, വസ്ത്രങ്ങൾ പറിച്ച് ചീന്തുകയാണ്. സുബ്ഹാനല്ലാഹ്, അവരെ അറിവ് മുഴുവനും പോയി. കാരണം അവര് പരിശോധിക്കാൻ വേണ്ടി വന്നവരല്ലേ. ആ പരിശോധനക്കുള്ള ഒരു ടെസ്റ്റ് ഡോസ് അങ്ങ് കൊടുത്തതാണ്. ആരെ പരിശോധിക്കാനാ വന്നത്? ഇൽമിന്റെ ബഹറായ അഖ്താബുകളിൽ വലിയ നേതാവായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പരിശോധിക്കാനാ വന്നിരിക്കുന്നത്. സാധാരണ ആളുകളല്ല, പണ്ഡിതന്മാരായ നല്ല ബുദ്ധിമാന്മാരായ അറിവാളന്മാരാ വന്നിരിക്കുന്നത്. അവരെ മനസ്സിലുള്ള അറിവുകൾ മുഴുവനും അങ്ങ് നീങ്ങിയപ്പോ സദസ്സിൽ നിന്ന് ശബ്ദിച്ചവര് കരയാൻ തുടങ്ങി. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇനി അവർക്ക് പരിഹാരം കൊടുക്കണ്ടേ? അവര് നമ്മളെ മനസ്സിലുള്ളതൊക്കെ അറിയോ? അതൊക്കെ ചോദ്യം കിട്ടോ? ചോദിച്ചാ ഉത്തരം കിട്ടോ? ഇതല്ലേ നോട്ടുണ്ടായിരുന്നത്. ഷെയ്ഖ് ജീലാനി തങ്ങൾ 100-ൽ ഓരോരുത്തരെയും അടുത്തേക്ക് വിളിച്ചു. ഒന്നിങ്ങനെ അണച്ചുകൂട്ടി പിടിച്ചങ്ങ് വിട്ടു. 100 പേരെയും അണച്ചുകൂട്ടി പിടിച്ചു വിട്ടു. അവിടെ പോയിരിക്കാൻ പറഞ്ഞു. അണച്ചുകൂട്ടിയപ്പോഴേക്ക് അവർക്ക് അല്ലാഹു ഖൽബിൽ നിറയെ ഇൽമു നൽകി, വിശാലമായ അറിവ് നൽകി. 100 പേരും കസേരയിൽ പോയി ഇരുന്നപ്പോ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഇരുന്ന ഇരുത്തത്തിൽ വെച്ച് പറഞ്ഞു, ഒന്നാമത്തെ ആളുടെ ചോദ്യം ഇതല്ലേ, ഉത്തരം ഇതാ. രണ്ടാമത്തെ ആളെ ചോദ്യം ഇതല്ലേ, ഉത്തരം ഇതാ. 100 പേരുടെയും ചോദ്യം അവരെ കൊണ്ട് ചോദിപ്പിക്കാതെ മഹാനവറുകൾ ആ ചോദ്യം അങ്ങ് എണ്ണി പറഞ്ഞ് മറുപടിയും കൊടുത്തു. അവര് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണം, ഞങ്ങളൊരു പരിശോധനക്ക് വന്നതാണ്. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ മനസ്സിന്റെ അകത്ത് കിടക്കുന്ന സീക്രട്ടുകൾ ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ നമുക്ക്? മഹാന്മാരുടെ ഖൽബിന് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു വെളിച്ചം നോക്ക് നിങ്ങൾ.
ആ കൽബ് നേരെ മുന്നിലേക്ക് തുറന്നു വച്ചാൽ 10,000 1,00,000 അതിലപ്പുറം ജനസംഖ്യ കൂടിയാലും വന്നവർക്കുള്ള പ്രശ്നങ്ങളും പ്രതിവിധികളും ചികിത്സിച്ചു മാറ്റാൻ അവർക്ക് സെക്കൻഡുകൾ മതി, മണിക്കൂറുകൾ വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന അറിവ് അങ്ങനെയാണ്. ആത്മജ്ഞാനികളുടെ മനസ്സിന്റെ തെളിവ് അങ്ങനെയാണ്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹുൻ നാദിറൂന. ആത്മജ്ഞാനികളുടെ കൽബ്, ആ കൽബിനൊരു പ്രത്യേക തരം ദൃഷ്ടിയുണ്ട്. സാധാരണ നോക്കുന്ന ആളുകൾ നോട്ടം കൊണ്ട് കാണാത്ത വിശാലമായ കാഴ്ചപ്പാട് അല്ലാഹു തആല അവർക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഇൽമു പഠിച്ച് ഇബാദത്തിലായി മുഴുകിയിട്ട് ഒരു കറയുടെ ഒരു ചെറിയ ലാഞ്ചന പോലും ഇല്ലാത്ത തെളിഞ്ഞ കൽബാണ് അവരെ കൽബ്. ആ കൽബ് മുന്നിലേക്ക് അങ്ങ് വെക്കുമ്പോൾ അപ്പുറത്തുള്ള പുറത്തുള്ളതും ഉള്ളിലുള്ളതും ഇങ്ങോട്ട് പകർത്തുകയാണ്. കണ്ണാടി കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ? ആ കണ്ണാടിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാഴ്ചക്ക് തടസ്സമുള്ള വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ആ കണ്ണാടി മാറ്റും. കാരണം ഇതിന് കറ ബാധിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തെളിഞ്ഞ കണ്ണാടിയാണോ, നമ്മളെ മുഖത്തുള്ള കറ അതിൽ കാണുന്നു. മറ്റൊരാൾ നോക്കിയിട്ട് കാണാത്ത പുള്ളി കാണുന്നുണ്ട്, ചുളിവ് കാണുന്നുണ്ട്, പല്ലിന്റെ ഉള്ളിലെ കറ കാണുന്നുണ്ട്. നാവ് നീട്ടി നോക്കുമ്പോ അണ്ണാക്കിന്റെ അങ്ങേയറ്റത്തുള്ള കറുപ്പ് പോലും കണ്ണാടിയിൽ കാണുന്നുണ്ട്. ആ കണ്ണാടിക്ക് എന്തൊരു തെളിവുണ്ട്! അതിനേക്കാളും വലിയ തെളിവാണ് മഹാന്മാരുടെ കൽബിന്. ആ കൽബ് നിവർത്തി വെക്കുമ്പോ മുന്നിൽ വന്നിരിക്കുന്ന ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നു, രോഗങ്ങൾക്ക് മറുപടി പ്രതിവിധി കൊടുക്കുന്നു, അവരുടെ മനസ്സിൽ അങ്കുരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ മുഴുവനും തുടച്ചു നീക്കുന്നു. അതിനു മാത്രം ഇൽമാണ് അല്ലാഹുർക്ക് നൽകിയത്. ഇൽമല്ലേ മുഖ്യം. ദറസ്തുൽ ഇൽമ ഹത്താ സിർതു ഖുതുബാ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. വളരെ ത്യാഗം ചെയ്ത് പഠിച്ച് പഠനത്തിന്റെ അങ്ങേയറ്റം പ്രാപിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവന് നൽകിയ സ്ഥാനം ചെറുതൊന്നുമല്ല, വളരെ വലിയ സ്ഥാനം നൽകി. പഠിച്ച ഇൽമനുസരിച്ച് ഓരോ ദിവസവും അങ്ങ് പ്രവർത്തിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ഇൽമനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, ഇൽമു മാത്രം പോരാ, ഇൽമിനെ പ്രകാശിപ്പിക്കുന്ന അമല് വേണം. അതാണ് ഏറ്റവും വലിയ മഹത്വമുള്ള സംഗതി. നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ്. നമ്മളിവിടെ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അല്ലാഹു കൊടുത്ത ദറജേറ്റി കൊടുക്കട്ടെ. വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കി ഖുർആൻ പഠിക്കുമ്പോൾ, തഫ്സീർ പഠിക്കുന്ന സമയത്ത് ഖുർആനിന്റെ ഓരോ ഭാഗവും ഹിഫ്ലാക്കുകയാണ്. പഠിക്കുന്ന ഇൽമു മുഴുവനും കാണാതെ പഠിക്കുകയാണ്. ഇൽമുണ്ടെങ്കിൽ എത്രമാത്രം വലിയ രക്ഷയാണ്! ആരെയും പേടിക്കേണ്ടതില്ല. ഇൽമിന്റെ സൗന്ദര്യമുണ്ടോ, സംശയിപ്പിക്കുന്ന ഏതൊരാൾ മുന്നിൽ വന്നാലും പെട്ടുപോകൂല. കാരണം ഇൽമാണ് ഏറ്റവും വലിയ ആയുധം. അറിവുണ്ടോ, നമുക്ക് ഏറ്റവും വലിയ സ്ഥൈര്യമുണ്ട്. അറിവുള്ളവർക്ക് ഇവിടെ മാത്രമല്ല, എല്ലാ ലോകത്തും സ്ഥൈര്യമുണ്ട്. ബർസഖിയായ ലോകത്തും വലിയ സ്ഥൈര്യമുണ്ട്. ഒറ്റക്ക് കിടക്കുന്ന ഖബറിലും അല്ലാഹു അവർക്ക് വലിയ ധൈര്യം നൽകുന്നുണ്ട്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയില്ലേ, ആലിമീങ്ങളെ കൂട്ടത്തിൽ, ഉഖ്റവിയായ ആലിമീങ്ങളെ കൂട്ടത്തിൽ ധാരാളം ആലിമീങ്ങൾ നേരത്തെ കഴിഞ്ഞു പോയവരിലുണ്ട്. മുൻകർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം എന്ന് ചോദ്യം ചോദിക്കുമ്പോ തിരിച്ച് അവരോടും ചോദിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള പണ്ഡിതന്മാർ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര വലിയ ഇൽമിന്റെ ഗോപുരമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ,
നിങ്ങളെ ഖബറിലേക്ക് മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം വന്നാൽ എങ്ങനെ ഉണ്ടാകും? അപ്പൊ ആ മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാമിനെ നബി തങ്ങൾ ഇങ്ങനെ വർണ്ണിച്ചു. എങ്ങനെയാണ് മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ കോലം? മലക്കാനി അസ്വദാനി അസ്റഖാനി ശഅറുഹുമാ യസ്ഹാബുഹുർ റിജ്ലാനി. കണ്ടാൽ പേടി തോന്നുന്ന കറുപ്പ്. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു കറുപ്പ് കണ്ടിട്ടില്ല. വീട്ടിലുള്ള വൈദ്യുതിയും കത്തുന്നില്ല, പകരം കൊണ്ടുവന്ന് വെച്ച ഉപകരണവും കത്തുന്നില്ല. ഒരല്പസമയം ഒന്ന് ഇരുട്ട് വരുമ്പോഴേക്ക് നമുക്കെന്തൊരു ഭീതിയാണ്. കണ്ടാൽ പേടി തോന്നുന്ന കറുപ്പ്. അതും ഒരു സാധാരണ കണ്ണല്ല, നീലക്കണ്ണാണ്. നീലക്കണ്ണ് കണ്ടിട്ടില്ലേ? പൂച്ചയുടെ കണ്ണിലേക്കൊന്ന് ടോർച്ചടിച്ചു നോക്കണം. ആ കണ്ണിന്റെ കളറ് കാണുമ്പോഴേക്കൊരു പേടി തോന്നാറുണ്ട്. അങ്ങനെ അവരെ ശബ്ദമോ ഘോര ശബ്ദമാണ്. മുടിയോ തായോട്ടിങ്ങനെ വലിഞ്ഞ് കാലിനോട് ചേർന്ന് നിൽക്കുന്ന മുടികളാണ്. ഈ രൂപഭാവങ്ങളൊക്കെ അങ്ങ് വിശദീകരിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നത്തെ ഈ ധൈര്യം എനിക്ക് അവിടെയും കിട്ടുമോ? എന്നാ പിന്നെ അവിടെ പറയണ്ടേ, ഞാനങ്ങ് പറഞ്ഞോളൂ, പേടിയൊന്നുമില്ല, അതാര് വന്നാലും പേടിയൊന്നുമില്ല നബിയെ. ഈ ഒരു ധൈര്യം എനിക്ക് അവിടെ കിട്ടോ? ഓ, അത് കിട്ടും. എന്നാ പിന്നെ അവിടെ ഞാൻ ശരിയാക്കും, കുഴപ്പമൊന്നുമില്ല. മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്ന് ചോദ്യം തുടങ്ങി. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക. ഓരോ ചോദ്യത്തിനൊക്കെ ഇങ്ങനെ ഉത്തരം കൊടുത്തതിന്റെ ശേഷം ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, എന്റെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞല്ലേ ഞാൻ, ഇനി നിങ്ങളൊന്ന് ചോദിക്കട്ടെ, മൻ റബ്ബുകുമാ, നിങ്ങളെ റബ്ബാരാ? എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഉത്തരം പറഞ്ഞില്ലേ, ഇനി നിങ്ങളും പറയൂ. ഒമൻ നബിയുക്കുമാ, നിങ്ങളെ നബി ആരാ? അപ്പൊ ഒരു മലക്ക് മറ്റേ മലക്കിനോട് പറഞ്ഞു, ഇന്നഹു ഉമർ, ഇത് ഉമറാണെന്ന് തോന്നുന്നുണ്ട്, പതുക്കെ പോവുക. സലാം പറഞ്ഞിട്ട് അവര് പിരിഞ്ഞുപോയി. മലക്കിനല്ല മഹത്വം, മനുഷ്യർക്കാ മഹത്വം. മലക്കിനാണ് മഹത്വമെങ്കിൽ മലക്കിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും നബി വരണ്ടേ? ഏതെങ്കിലും നബി ഉണ്ടോ മലക്കിന്റെ കൂട്ടത്തിൽ? മലക്കിനല്ല മഹത്വം, മനുഷ്യർക്കാണ്. അമ്പിയാക്കൾ മുഴുവനും മനുഷ്യരല്ലേ, മുർസലീങ്ങൾ മനുഷ്യരല്ലേ, അവരെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ള ഉലുൽ അസ്മികൾ മനുഷ്യരല്ലേ, അവർക്ക് താഴെയാണ് മലക്കുകളൊക്കെ. നിങ്ങൾ നോക്കി, ഈ മറുപടി പറയുന്ന ആൾക്കാരുണ്ട്. ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നു, ചോദിച്ചതിന് തിരിച്ച് മറുപടി പറയുന്ന ഉലമാ ഉണ്ട്. അൽ ഉലമാ ഉൽ ഉഖ്റവിയ്യ, പരലോകത്തും പേടിച്ചുകൊണ്ട് ജീവിതത്തിൽ കർമ്മം ചെയ്ത് ഇഖ്ലാസോടെ സൂക്ഷ്മതയോടെ ജീവിച്ച ഉലമാ ഇല്ലേ, അവരിങ്ങനെയാണ് ചോദ്യത്തിന് തിരിച്ചൊരു ചോദ്യം ചോദിക്കും. അപ്പോഴേക്ക് മലക്കുകൾ പറയും, നിങ്ങളെ ഇനി കൂടുതൽ പരിശോധിക്കാൻ നമ്മളില്ല, നിങ്ങൾ സുഖത്തോടെ വിശ്രമിച്ചോളൂ. അതല്ലേ അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ധൈര്യമുണ്ട്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. ഈമാൻ ഉറച്ച ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നല്ല സ്ഥൈര്യം നൽകും. അവര് പതറിപ്പോകൂല, പതറിപ്പോകേണ്ട ആവശ്യം അവർക്ക് വരില്ല. താജുൽ ഉലമ ഇൽമിന്റെ വലിയ നിറഗോപുരമാണ്. അല്ലാഹു കൊടുത്ത ഇൽമു കൊണ്ട് നമുക്ക് ബറക്കത്ത് നൽകട്ടെ. സഹോദരങ്ങളെ, ദർസ് നടത്തുക എന്ന് പറയുന്നത് ഒരു സാധാരണ ദർസല്ല. ഒരു മുത്തഅല്ലിമി ഏതെങ്കിലും ഒരു പേജിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഒരു ഇബാറത്ത് വായിക്കുമ്പോ അതിലുള്ള വായന തെറ്റിയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ താജുൽ ഉലമ തങ്ങളുപ്പാപ്പ അതിന്റെ മുകളിൽ നിന്ന് താഴെ വരെ വായിച്ചു കൊടുക്കുന്നു, കാണാതെ ഇങ്ങനെ വായിക്കൂ എന്ന് പറയുന്നു. എന്നിട്ട് ദർസ് നടത്തി കൊടുക്കുകയാണ്. അതിന്റെ വ്യാഖ്യാനങ്ങളും വ്യാഖ്യാനത്തിന്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ എണ്ണി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഇൽമു കൊണ്ട് അല്ലാഹുവർക്ക് നൽകിയ ധൈര്യം നോക്ക് നിങ്ങൾ. ഒരാളെയും പേടിക്കാതെ, ഒരു ശത്രുവിനെയും പേടിക്കാതെ, അവരെ നാവിന് അല്ലാഹു തആല കൊടുത്ത ഫലം നിങ്ങൾക്ക് പലർക്കും അനുഭവമില്ലേ? ഞാനത് എണ്ണിപ്പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത അത്രയും ധാരാളമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ ഫലം അല്ലാഹു തആല എങ്ങനെയാ കൊടുക്കുന്നത്? ഇൽമു കൊണ്ട് അവരുടെ ജീവിതത്തെ ധന്യമാക്കി ഇബാദത്തിന്റെ സൗന്ദര്യം സ്വീകരിച്ചു. ചെറിയ ഇബാദത്തല്ല ഉലമാഇന്റെ ഇബാദത്ത്, തെറ്റുകുറ്റങ്ങളില്ലാത്ത ഇബാദത്താണ്. അതാണ് ആ ഇബാദത്തിന്റെ സൗന്ദര്യം. നിസ്കരിക്കാണോ കറാഹത്ത് അതിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയൂല, മര്യാദക്കേടായി ഒന്നും കാണിക്കാൻ കഴിയൂല. നമ്മളെക്കാളും സുന്നത്ത് പവർഫുള്ളാണ്.
ഉസ്താദെ നമ്മളെ കുളി അവരെ കുളി ഒരുപോലല്ലേ? അല്ല, ഒരുപോലല്ല, മാറ്റുണ്ട്. കുളിന്റെ സുന്നത്തുകളൊക്കെ അവർ പരിഗണിക്കും. ഉദാഹരണമായി പറഞ്ഞ, ഞാനും നിങ്ങളൊക്കെ ഒന്ന് കുളിച്ചില്ലേ? നമ്മൾ എത്ര പേര് കുളിന്റെ മുമ്പ് മിസ്വാക്കൊക്കെ ചെയ്ത് ഉളു കൊടുത്തു? അങ്ങനെയുണ്ടോ ഉസ്താദെ? അത് ഉളു കൊടുക്കുമ്പോ രാവിലെ അല്ലേ മിസ്വാക്ക് ചെയ്യേണ്ടത്? കുളിന്റെ മുമ്പ് ഒരു മിസ്വാക്ക് ചെയ്ത് ഉളു ഉണ്ടോ? ഒരു കാമിലായ ഉളു സുന്നത്തുണ്ട്. ഉളു എടുക്കാതെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും കുളിച്ചിട്ടില്ല. അപ്പോൾ ഉലമാഇന്റെ കുളിയും നമ്മുടെ കുളിയും മാറ്റമുണ്ട്. അവരെ വുളൂഉം നമ്മുടെ വുളൂഉം മാറ്റമുണ്ട്. നമ്മൾ ബിസ്മി ചൊല്ലിയോ വുളു എടുക്കുമ്പോ, അഊദു ചൊല്ലിയോ വുളു എടുക്കുമ്പോ, അഊദും ബിസ്മിയും 3 പ്രാവശ്യം ചൊല്ലിയോ? 1 പ്രാവശ്യം ചൊല്ലിയാ പോലെ ഉസ്താദെ 3 പ്രാവശ്യം ചൊല്ലണോ? നമ്മളെ ചോദ്യം. ഞാൻ എന്നെ പറ്റി പറയാം, നിങ്ങളെ അവസ്ഥ എനിക്കറിയില്ല. നമ്മളെ ചോദ്യം, നമ്മളെ പോലത്തെ ആൾക്ക് 3 വട്ടം ചൊല്ലണോ? ശേഷം അഷ്ഹദുല്ലാ ദിക്ർ അതും 3 വട്ടം ചൊല്ലണോ? എത്ര ചൊല്ലണം ദിക്ർ? ഇങ്ങനൊക്കെ ചൊല്ലിയെടുക്കുന്ന ഉളൂവും മറ്റുള്ള ഉളൂവും വ്യത്യാസമല്ലേ? ആ ഉളൂ കഴിഞ്ഞിട്ട് 2 കൈയും മേൽപോട്ട് ഉയർത്തിയിട്ട് 3 പ്രാവശ്യം ദിക്ർ ചൊല്ലിയിട്ട് 3 പ്രാവശ്യം ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതിയിട്ട് കൈ താഴോട്ടിട്ട് 3 പ്രാവശ്യം സൂറത്ത് ഓതിയിട്ട് അവർ മുന്നോട്ട് പോയിട്ടാണ് സുന്നത്ത് നിസ്കരിക്കുന്നത്. ആ നിസ്കാരം നമ്മളെ നിസ്കാരം മാറ്റല്ലേ? എത്ര മാറ്റണ്ട്! സുബ്ഹാനല്ലാഹ്. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞതാണ്. അപ്പൊ അവരെ ഇബാദത്തും നമ്മളെ ഇബാദത്തും ഒരുപോലെയല്ല. കാരണം ഇൽമു കൊണ്ടുള്ള ഇബാദത്താണ്. ആ ഇബാദത്തിന് മാറ്റമുണ്ട്. നമ്മളെ ഇബാദത്തിൽ ഒന്ന് ടോർച്ചടിച്ചു നോക്കിയാൽ തന്നെ എത്രമാത്രം വലിയ അന്തരമുണ്ട്. അവരൊരു ഫാത്തിഹ ഓതിയാലും നമ്മളെ ഫാത്തിഹ ഓതിയാലും ഒരുപോലെയാണോ? ഒരുപോലെയല്ല. കാരണം അവരെ ഫാത്തിഹയിൽ 156 അക്ഷരത്തിലും ഒരൊറ്റ മഖ്റജിനും പിഴവില്ല. 100% അത് ശരിയാണ്. നമ്മളെ കൂട്ടത്തിൽ ചിലർക്ക് ഫാത്തിഹ മാത്രമേ ഓതാൻ പറ്റൂ. സൂറത്ത് ഓതിയാൽ തെറ്റിപ്പോകും. സൂറത്ത് ഓതിയാൽ തെറ്റിപ്പോകുന്നാണ് സൂറത്ത് ഓതാൻ പറ്റൂലല്ലോ. അപ്പൊ പിന്നെ അയാൾക്ക് ഫാത്തിഹ മാത്രം ഓതാനുള്ള ഭാഗ്യമേ ഉള്ളൂ. ഇൽമിന്റെ കുറവാണത്. അതേ സമയത്ത് മഖ്റജുകളൊക്കെ നല്ലോണം പഠിച്ച് കൃത്യമായി അവർ ഓതുമ്പോ ആ ഓത്തും ശരിയാണ്. ഓത്തിനനുസരിച്ച് അർത്ഥം ചിന്തിക്കുമ്പോ ആ ചിന്തയും ശരിയാണ്. സുബ്ഹാനല്ലാഹ്. അവര് സബ്ബീസ്മ ഓതുമ്പോ നമ്മൾ സബ്ബീസ്മ ഓതുമ്പോഴും വ്യത്യാസമുണ്ട്. എന്താ ഉസ്താദേ വ്യത്യാസം? നമ്മളും സബ്ബീസ്മ 19 ആയത്തിനല്ലേ ഓതുന്നത്, അവരോതുന്നത് തന്നെയല്ലേ? അല്ല, അവരോതുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ നമ്മൾ ചൊല്ലലുണ്ടോ? നമ്മളങ്ങനെ കേട്ട് നിൽക്കാന്നല്ലാതെ. സബ്ബിഹിസ്മ നമ്മൾ ഓതുന്നു, നമ്മൾ ചൊല്ലണ്ടേ അവിടെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ? അപ്പൊ ഈ ഒരു സുന്നത്ത് പരിഗണിച്ചിട്ടുള്ള ഓത്താണ് അവരെ ഓത്ത്. ഇങ്ങനെ എല്ലാ സുന്നത്തുകളും പരിഗണിച്ചുള്ള ഓത്താണ് അവരെ ഓത്ത്. നമ്മളാകെ നിസ്കാരത്തിൽ എന്തോന്ന് പറയും ചില ആൾക്കാർ തിരിഞ്ഞു പറയും, ചില ആൾക്കാർ തിരിയാതെ പറയും. ഇന്ന ഇലൈന അയ്യാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും എന്ന് പറയുമ്പോൾ അല്ലാഹുമ്മ യസ്സിർലി ഹിസാബി എന്ന് പറയും. അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്നത ബിഗൈരി ഹിസാബ് എന്ന് പറയും. ഒന്നും തിരിയാത്ത ആള് മറ്റോലൊക്കെ സൂസു എന്ന് പറയുമ്പോൾ ഇയാളും പറയും സൂസു എന്ന് പറയും. അപ്പൊ എന്റെ നിസ്കാരവും പോകും. എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞിട്ടേ വേണ്ടേ പറയാന്? അവിടെ മാത്രമാണോ പറയേണ്ടത്? അതിന് മുമ്പ് അതിനേക്കാളും ഗൗരവമുള്ളൊരു കാവല് ചോദിക്കാണ്ട്. അതാരും ചോദിക്കാത്തത് എന്താ? അല്ലാഹു ആ മനുഷ്യനെ ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തും. അവിടെ കാവല് ചോദിക്കണ്ടേ? അല്ലാഹുവേ ആ വലിയ ശിക്ഷയിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാ. അതെന്താരും ചോദിക്കാത്തത്? അറിവിന്റെ കുറവുണ്ട് തന്നെ. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ അവര് ഓതുമ്പോഴും അവര് ആ ഓത്ത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. നമ്മൾ ഓതുന്നതും മാറ്റമുണ്ട്. സബ്ബീസ്മ റബ്ബിക്കൽ അഅ്ലാ എന്ന് അവര് ഓതുമ്പോ അതിന്റെ 5 തഫ്സീറുകളും അവരെ മനസ്സിലൂടെ എങ്ങനെ ഓടാണ്. അറിവില്ലാത്തത് കൊണ്ട് നമ്മളെ മനസ്സിൽ ഒരു തഫ്സീർ ഓടുന്നില്ല. സബ്ബീസ്മ റബ്ബിക്കൽ അഅ്ലാ ഒരായ മനസ്സിലൂടെ എങ്ങനെ മിന്നിമറിഞ്ഞ് ഓടുമ്പോ ആ ഓത്തിന് അവരെ ഇൽമാണ്. താജുൽ ഉലമ അല്ലാഹു ദറജേറ്റി കൊടുക്കട്ടെ. ആ ഇൽമ കൊണ്ട് ഈ ലോകത്തെ പ്രകാശിപ്പിച്ചു, ശിഷ്യഗണങ്ങളെ പ്രകാശിപ്പിച്ചു. അവിടുത്തെ നാവിൽ നിന്ന് ചൊല്ലിക്കൊടുത്ത ദിക്ർ 5 നിസ്കാരത്തിന് ശേഷവും മുഅ്മിനീങ്ങൾ ഏറ്റു ചൊല്ലുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് തുടങ്ങിയിട്ടുള്ള ദിക്റുണ്ടല്ലോ. യാ ഹാദി യാ ഹാദി യാ ഹാദി ഇഹ്ദിനി. ശേഷമുള്ള 10
10 സ്വലാത്തുകളും ഏറ്റു ചെല്ലുന്ന എത്ര ആയിരങ്ങളാണ്. അവരെ ഇൽമു അല്ലാഹു സ്വീകരിച്ചതിന്റെ ഏറ്റവും വലിയൊരു അടയാളമാണത്. എങ്ങനെയാ നമ്മുടെ നാട്ടിലെ ഹദ്ദാദ് റാത്തീബ് ഇടം നേടിയത്? ഈ കാസർഗോഡ് ജില്ലയിലോ കേരളത്തിൽ എവിടെയെങ്കിലുമോ ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഭാഗത്തോ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വന്ന് സ്ഥാപിച്ചതാണോ റാത്തീബുൽ